എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാലും ബ്രെഡും വെച്ചിട്ട് ഈ ഒരു ചൂടുള്ള കാലത്ത് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പാലൈസൊക്കെ കഴിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. സാധാരണ പാലൈസ് നമ്മൾ പാല് മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കാറ്. എന്നാൽ ഇത് നമ്മൾ പാലും ബ്രെഡും വെച്ചിട്ട് അതേ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ കാണുന്ന റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യട്ടോ. കാരണം ഞാനിടുന്ന പല വീഡിയോസും എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു പാലും ബ്രെഡും വെച്ചിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഈ ഒരു തണുത്തിട്ടുള്ള റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള 3 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡ് പീസ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ കറക്റ്റ് ഈ ഒരു റെസിപ്പിക്ക് നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ സൈഡായിട്ടുള്ള, അതായത് ഈ ബ്രൗൺ ഭാഗമൊക്കെ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ബ്രൗൺ ഭാഗമൊക്കെ കത്തി വെച്ചിട്ട് ഞാൻ മുഴുവനായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് മിക്സിയിൽ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെഡ് പൊടിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് അരഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് നമുക്കിതൊന്ന് പൊടിച്ചെടുത്താലും മാത്രം മതി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാറിൽ വേണം നമ്മളിതുപോലെ ബ്രെഡിൻ്റെ ചെറിയ ചെറിയ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം 3 ബ്രെഡ് സ്ലൈസസും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈൻ പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ പ്രത്യേകം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡാണ് കേട്ടോ, അതായത് പാൽ ബ്രെഡാണ്. ഏത് ബ്രെഡ് വെച്ചിട്ടും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആ ഒരു ഗോതമ്പ്, അതായത് വീറ്റ് ബ്രെഡൊക്കെ ഉണ്ടല്ലോ, അതെടുക്കാതിരിക്കുക. അതെടുത്തെന്ന് കഴിഞ്ഞാൽ ആ ഒരു റെസിപ്പിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ബ്രെഡ് നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി ഇതുപോലുള്ളൊരു പാനിലോട്ട് 250 ml കപ്പിൽ 1.5 കപ്പ് അളവിൽ സാധാരണ പശുവിൻ പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു പാല് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് 1.5 കപ്പ് അളവിൽ പാലാണുള്ളത്. അത് നേരെ പകുതി 3/4 കപ്പാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡെസേർട്ടിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു പാല് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണേ. പാല് അത്യാവശ്യം ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാലിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇത് നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് കുറുക്കിയിട്ടെടുക്കാം. ഇതുപോലുള്ള പാനിൻ്റെ സൈഡിൽ വരുന്നതൊക്കെ സ്പൂൺ വെച്ചിട്ട് വീണ്ടും തട്ടി നമ്മൾ പാലിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലുള്ള സൈഡിൽ കെട്ടിക്കിടക്കുന്ന പാടൊക്കെ വീണ്ടും നമ്മൾ പാലിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പാൽ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ മിക്സ് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ചു പോകും. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ഒരു നുള്ള് വാനില എസൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതേ കറക്റ്റ് ഇതേ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മളിത് ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് നമുക്കൊന്ന് മാറ്റി കൊടുത്തേക്കാം.
കണ്ടില്ലേ, ഈ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിൻ്റെ ചൂട് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഇത് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഒരു 4-5 മണിക്കൂറുണ്ട് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് അതുപോലെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലുള്ള ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ന്യൂട്ടെല്ല ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഞാനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ന്യൂട്ടെല്ലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പോ അതേപോലെ ജാമോ എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലാതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലും ബ്രെഡും വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചൂടിലൊക്കെ ഇതൊരൊറ്റ പീസ് മതി കേട്ടോ, നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് തണുത്ത് കിട്ടാനായിട്ട്. അത്ര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളത് ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ ഒരുപാട് മെനക്കെട്ട പണി അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.